ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ തമ്പൂസിൻ്റെ മുടിവെട്ട് ദിനമാണ് കേട്ടോ. ഒരുപാട് പേടിച്ചിട്ടും അവൾ അടങ്ങിയിരിക്കുമോ എന്നുള്ള ചിന്തകൾ കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നിന്നിരുന്നത്. അവൾ ആദ്യമായിട്ടാണ് ഒരു പാർലറിൽ കൊണ്ടുപോയി മുടി വെട്ടുന്നത്. അവൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമ്മൾ പളനി കൊണ്ട് മുടി വെട്ടിച്ച്, പിന്നെ അവൾക്ക് വരുന്ന മുടിയൊക്കെ എൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ ചെറുതായിട്ട് വെട്ടിക്കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പാർലറിൽ കൊണ്ടുപോയി മുടി വെട്ടുന്നതിൻ്റെ ഉള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. അവളോട് മുടിവെട്ടാൻ സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നായിരുന്നു കേട്ടോ അവളുടെ മറുപടി. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. ഞാനും എൻ്റെ അമ്മയും കുട്ടപ്പനും കൂടിയാണ് കേട്ടോ അവളെ കൊണ്ടുപോയത്. പോകുമ്പോഴെല്ലാം അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആളൊരു യാത്രാപ്രേമിയായിരുന്നു. അപ്പോൾ വണ്ടിയിൽ പോകുന്ന സന്തോഷമായിരുന്നത്. ഞങ്ങൾ പോയ പാർലർ ചൂണ്ടലിലുള്ള കേദർമാളിലുള്ള നാച്ചുറൽസ് ബ്യൂട്ടി പാർലറിലാണ് കേട്ടോ. അത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. തമ്പൂസ് കുട്ടിക്കാണെങ്കിൽ എസ്കലേറ്ററിൽ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് അവിടെ വർക്ക് ആവുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിലാണ് കേട്ടോ പോയത്. ആള് ഭയങ്കര സന്തോഷത്തിലൊക്കെ ചാടിത്തുള്ളി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർലറിലെത്തി പാർലറിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾക്ക് എന്താവും എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ അത് അവിടെ ഒരു മിറർ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാനും അമ്മയൊക്കെ കൂടി ഒരു മിറർ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. തമ്പൂസ് അതാ കുട്ടപ്പൻ്റെ മടിക്ക് കയറി ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുടി വെട്ട് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഒരു ഹിന്ദി ബയ്യായിരുന്നു കേട്ടോ നമുക്ക് മുടിയൊക്കെ വെട്ട്. പക്ഷെ നമ്മളൊട്ടും പ്രതീക്ഷിച്ച പോലും ആയിരുന്നില്ല. തമ്പൂസ് കുട്ടി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല കംഫർട്ടായിട്ടും ഒക്കെ ആയിരുന്നു അവളിരുന്നു. നമ്മൾ പേടിച്ച പോലത്തെ ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ നല്ല കൂൾ ആൻഡ് കാമായിട്ട് തന്നെ ഇരുന്നിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ്. അങ്ങനെ മുടിവെട്ടിൻ്റെ പ്രൊസീജിയറിലേക്ക് ആൾ കിടക്കുകയാണ്. ആദ്യം എല്ലാവർക്കും അറിഞ്ഞാൽ തന്നെയല്ല വെള്ളമൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് മുടിയൊക്കെ നല്ലപോലെ ചീന്തി. അപ്പം നമ്മൾ നിർവാച്ചിൽ എടുത്തിട്ടാണ് മുടിവെട്ടൊക്കെ തുടങ്ങി. ആൾക്ക് ഒരു ഉറക്കമത്ത് പോലെ ഇരുന്നായിരുന്നത്. പിന്നെ ആൾക്ക് ഉള്ള ഒരു ടെൻഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മുടിയിൽ നിന്ന് ഊരിയുണ്ടായിരുന്ന ബണ്ണും ക്ലിപ്പും ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കസ്റ്റമേഴ്സ് വന്നപ്പോൾ അവരതുമ്മലാണ് ഇരുന്നത്. അപ്പോൾ അവരത് എടുത്തു കൊണ്ടുപോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ട് അവൾ ഇടക്കിടക്കിടക്ക് തിരിഞ്ഞ് നോക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് അത് എടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചപ്പോഴാണ് ആൾക്ക് സമാധാനമായത്. പക്ഷെ ആൾ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എപ്പോഴും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റണില്ല. പിന്നെ ഞങ്ങളൊരു ഡോറ കട്ട് ഹെയർ സ്റ്റൈലാണ് അവൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൾ അതുപോലെ തന്നെയാണ് കേട്ടോ അവൾക്ക് വെട്ടി സെറ്റാക്കി തന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ആക്കി തന്നത്. പിന്നെ ഒരുപാട് ലെങ്ത്ത് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിചാരിച്ചത് തന്നെയാണ്. കാരണം അവൾക്ക് മുടിയുള്ളതാണ് ഭംഗി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് നീളമൊന്നും കുറച്ചില്ല. ഒരു ഡോറ കുട്ടി പോലെ തന്നെ അവളേനെ ആക്കി തന്നു. തമ്പൂസ് കുട്ടിനോടും ചോദിച്ചു തമ്പൂസ് കുട്ടിക്ക് ഇത് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ അവളും ആ ഒരു സ്റ്റൈലിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. ഇനി എന്തായാലും നമുക്ക് അവളുടെ ലാസ്റ്റത്തെ ഫിനിഷിങ്ങിലേക്കാണ് അവർ കിടക്കണേ. അതൊക്കെ കഴിഞ്ഞു. ഇനി അവളുടെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ പാക്ക് ചെയ്തു കേട്ടോ. ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക്. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ.